നല്ലൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പി തേടി ഇറങ്ങിയതാണെങ്കിൽ ഈ ഒരു റെസിപ്പി പെർഫെക്റ്റ് ആയിരിക്കും. നിങ്ങളെ വീട്ടിൽ സ്റ്റാർ ആകാൻ വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി ചിക്കൻ കറി. അപ്പോൾ എങ്ങനെയാണ് കണ്ടു നോക്കിയാലോ. ആദ്യം തന്നെ ഒരു മൺചട്ടി എടുത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ്, അതുപോലെ കുറച്ച് പെരുംജീരകം, കുറച്ച് ഉലുവ, കുറച്ച് ചെറിയ ജീരകം എല്ലാം കുറച്ച് മതി ഇട്ട് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും കൂടി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല പോലെ ഒന്ന് ആ ഒരു എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 2 അത്യാവശ്യം വലുപ്പമുള്ള ഉള്ളിയാണ് വേണ്ടത്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഉള്ളി പെട്ടെന്ന് തന്നെ വഴന്നേരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചിക്കനിലേക്ക് ഉള്ള ഉപ്പും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ആദ്യത്തെ 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, മൂടി വെച്ചിട്ട് നല്ലപോലെ സോഫ്റ്റ് ആക്കി എടുക്കാം. ഇടയ്ക്ക് പോയി ഒന്ന് തുറന്നു കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലപോലെ ഒന്ന് അടി കൂട്ടിയിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് നല്ലപോലെ സോഫ്റ്റ് ആക്കി എടുക്കുക. അപ്പോൾ ഇതാ ഒരു 5 മിനിറ്റിന് ശേഷം ഒന്നുകൂടി തുറന്നു നോക്കിയിട്ടുണ്ട്. നല്ലപോലെ ഉള്ളിയൊക്കെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളായിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂണിൻ്റെ മുളക് പൊടി, 1 ടീസ്പൂണോളം ഒന്ന് ക്രഷ് ചെയ്തെടുത്ത കുരുമുളക്, ഇതിലേക്ക് ചിക്കൻ മസാല ഒരു 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല. നല്ലപോലെ ആ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ ആക്കി വെക്കുക. പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ കരിയാൻ ചാൻസ് ഉണ്ട്. നല്ലപോലെ തന്നെ മിക്സാക്കി കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് കൈവിടാണ്ട് തന്നെ ഇളക്കി കൊടുക്കുക. അതാകുമ്പം എല്ലാ പൊടികളും കൂടി ചേർന്ന് ഒരു നല്ല സ്മെല്ല് വരും കേട്ടോ. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് തക്കാളി ആവശ്യമുണ്ട്. ഞാനിവിടെ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള 2 തക്കാളിയാണ്. അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നല്ലപോലെ സോഫ്റ്റാക്കി എടുക്കുക. സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റിന് ശേഷം മൂടി തുറന്നിട്ട് നല്ലപോലെ തന്നെ മിക്സാക്കി കൊടുക്കുക. കരിയാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ മിക്സാക്കി കൊടുത്തിട്ട് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ നല്ലപോലെ തന്നെ അതിലേക്ക് മിക്സാക്കി കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ആ ഒരു മസാലയും ചിക്കനൊക്കെ ഒന്ന് യോജിച്ച് വരണം. അതുവരെ നല്ലപോലെ മിക്സാക്കി കൊടുക്കുക. ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തുകൊണ്ട് അപ്പം കറക്റ്റ് മിക്സായി കിട്ടും. അപ്പോൾ ആ ചിക്കനും മസാലയൊക്കെ നല്ലപോലെ തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി വെള്ളം ഒഴിച്ചില്ലാന്ന് വെച്ചിട്ടും കുഴപ്പമില്ല, ചിക്കനിന് വെള്ളം ഇറങ്ങും. ഞാനിതാ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആ മസാലയും ചിക്കനൊക്കെ ഒന്നും കൂടി ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നമുക്ക് കുറച്ച് കറി ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതവിടെ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. അടി കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തന്നെ ചിക്കനൊക്കെ ഒന്ന് ഏകദേശം വെന്തി ഉണ്ടാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. അതിനെ കണ്ടാൽ മനസ്സിലാവും തോന്നുന്നു, നല്ല ചിക്കനൊക്കെ വെള്ളം ഇറങ്ങിയിട്ട് അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉണ്ട്. നല്ല തിക്കായിട്ടുള്ള ഗ്രേവി തന്നെ കേട്ടോ. ഇനി നമുക്ക് നല്ല ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നല്ലപോലെ മിക്സാക്കി കൊടുക്കും കൂടി ചെയ്യാം. നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറി കേട്ടോ. നമ്മൾ സാധാ ചോറാണെങ്കിൽ നെയ്ച്ചോറാണെങ്കിലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇട്ട ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് ചേർത്താൽ മതി കേട്ടോ. ഞാനൊന്നും കൂടി അടുപ്പത്ത് വെച്ചിട്ടൊന്ന് തിക്കാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചിക്കൻ കറീൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതൊരു വീഡിയോ ആയിട്ട് പിന്നെ